രാഷ്ട്രീയ കേരളത്തിൽ കൊടുമ്പിരി കൊണ്ട ചർച്ചകൾക്ക് വഴിവെച്ച വെളിപ്പെടുത്തലുകളായിരുന്നു കണ്ണൂർ CPM ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ നടത്തിയത്. രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെ ജനങ്ങളിൽ നിന്ന് പിരിച്ച തുക വകമാറ്റുകയും ക്രമക്കേട് കാണിക്കുകയും ചെയ്തെന്ന ഗുരുതരമായ ആരോപണമാണ് കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത്. CPMന്റെ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പിനെതിരെ തൊടുപുഴ നഗരസഭയിലെ 31-ാം വാർഡ് കൗൺസിലർ നിഷ സോമൻ തെറ്റയിൽ നടത്തിയ പ്രതികരണം സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലുകളെ മുൻനിർത്തി നിഷ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ തരംഗമാകുന്നത്. രക്തസാക്ഷികളെ സാമ്പത്തിക ലാഭത്തിനായി ഉപയോഗിക്കുന്ന CPM ശൈലിയെ നിഷ തന്റെ വീഡിയോയിലൂടെ അതിരൂക്ഷമായി വിമർശിക്കുന്നു. സമാധാനം നിലനിൽക്കുന്ന ഇടങ്ങളിൽ മനഃപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കി അണികളെ മരണത്തിലേക്ക് വിട്ടു നൽകുന്നത് പാർട്ടിയെ സംബന്ധിച്ച് ഒരു ലാഭകരമായ ബിസിനസ് ആണെന്നാണ് നിഷയുടെ ആരോപണം. ഇടുക്കിയിലെ ധീരജിന്റെയും അഭിമന്യുവിന്റെയും പേരിൽ നടന്ന ഫണ്ട് പിരിവുകളെ അവർ എടുത്തു പറയുന്നുണ്ട്. അഭിമന്യുവിന്റെ പേരിൽ 3,80,00,000-ലധികം രൂപ പിടിച്ചെടുത്തെങ്കിലും കേവലം 55 ലക്ഷം രൂപ മാത്രം ചിലവാക്കി ബാക്കി കോടികൾ പാർട്ടി മുക്കിയെന്ന് നിഷ വ്യക്തമാക്കുന്നു. അധികാരത്തിലിരുന്നിട്ടും കൊലയാളികളെ പിടികൂടാതെ പാർട്ടി ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിലാണ് CPMന് താൽപര്യമെന്നും അവർ കുറ്റപ്പെടുത്തി. കണ്ണൂരിലെ ധനരാജിന്റെ പേരിൽ നടന്ന 1 കോടിയുടെ വെട്ടിപ്പ് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായിരുന്നു. ഈ കണക്കുകൾ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ടതില്ലെന്ന KK രാഗേഷിന്റെ നിലപാടിനെതിരെ ഇത് ജനങ്ങളുടെ പണമല്ലേ രാഗേഷേ എന്ന് നിഷ വീഡിയോയിലൂടെ ചോദിക്കുന്നുണ്ട്. നേതാക്കളുടെ മക്കളോ ബന്ധുക്കളോ ഇത്തരം കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഇരകളാകുന്നില്ലെന്നും പാവപ്പെട്ട അണികൾ കൊല്ലപ്പെടുന്നത് പാർട്ടിയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വളമാകുന്നുവെന്നും നിഷ തന്റെ വീഡിയോയിലൂടെ കുറ്റപ്പെടുത്തുന്നുണ്ട്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും KPCC അംഗവുമായ നിഷ സോമൻ തെറ്റയിൽ തൊടുപുഴ നഗരസഭയിലെ നടുക്കണ്ടം വാർഡിൽ നിന്നാണ് ഇത്തവണ ജനവിധി തേടി മികച്ച വിജയം സ്വന്തമാക്കിയത്. സാമ്പത്തിക ശാസ്ത്രത്തിലും ജേർണലിസത്തിലും ബിരുദാനന്തര ബിരുദമുള്ള ഇവർ മുൻപ് അധ്യാപികയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ആ വിജ്ഞാനവും പ്രസംഗ പാഠവുമാണ് ഓരോ വിഷയത്തിലും വസ്തുതകൾ നിരത്തി സംസാരിക്കാൻ അവർക്ക് കരുത്തു പകരുന്നത്. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായ വിശകലനങ്ങളുമായി അവർ ചെയ്യുന്ന വീഡിയോകൾക്ക് വലിയ ജനപിന്തുണയാണ് ലഭിക്കാറുള്ളത്. എതിരാളികളെ വിറപ്പിക്കുന്ന ശൈലിയുള്ള ഇവരുടെ പ്രതികരണങ്ങൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുണ്ട്. നിഷയുടെ ആ വൈറൽ വീഡിയോ കൂടി കണ്ടുവരാം. നമസ്കാരം. രക്തസാക്ഷികളെ സാമ്പത്തികമായും രാഷ്ട്രീയമായും ഉപയോഗിക്കുക, അങ്ങനെ അണികളെ ചോരാതെ പിടിച്ചു നിർത്തുക, പാർട്ടിയുടെ ആസ്തി വർദ്ധിപ്പിക്കുക, സമാധാനം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയി അവിടെ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുക, ചോദിച്ചു മേടിച്ചാണെങ്കിലും കഴിയുമെങ്കിൽ മരിച്ചിരിക്കണം, പിന്നീട് അത് വെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, പണപ്പിരിവ് നടത്താം, ചെറുപ്പക്കാരെ ആകർഷിക്കാം. എന്തൊരു നല്ല കലാപരിപാടി! കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ പേരിൽ പിരിച്ചത് 3,80,00,000-ലധികം രൂപയാണ്. 50 ലക്ഷത്തിൽ താഴെ വില വരുന്ന ഒരു വീട് പണിതു കൊടുത്തു, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു. എല്ലാം കൂടി പരമാവധി ഒരു 55 ലക്ഷം പിടിച്ചു. 3,80,00,000-ലെ 55 ലക്ഷം കഴിച്ചാൽ ബാക്കി പാർട്ടി ഫണ്ടിലേക്ക്. 10 വർഷം ഭരണത്തിലിരുന്നിട്ടും അഭിമന്യുവിനെ കൊന്നവരിൽ ഒരാളെ പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരായ ആ കുടുംബത്തോട് നീതി പുലർത്താൻ വേണ്ടി ഒരാളെയെങ്കിലും പിണറായിയുടെ ആഭ്യന്തരത്തിന് പിടിക്കാമായിരുന്നു. ചെയ്തില്ല എന്ന് മാത്രമല്ല, ആ കുട്ടിയുടെ പേരിൽ പിരിച്ച പണം പാർട്ടി മുക്കുകയും ചെയ്തു. കണ്ണൂരിൽ കൊല ചെയ്യപ്പെട്ട ധനരാജിന് വേണ്ടി പിരിച്ചെടുത്ത പണം മുക്കിയ കഥയാണ് ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. 1 കോടിയുടെ വെട്ടിപ്പാണ് ധനരാജിന്റെ പേര് പറഞ്ഞ് പാർട്ടി നടത്തിയത്. ഇടുക്കിയിൽ കൊല ചെയ്യപ്പെട്ട ധീരജിന്റെ പേരിലും കോടികൾ പിരിച്ചു. അനീഷ് രാജിന്റെ പേരിലും കോടികൾ പിരിച്ചു. എത്ര കൊടുത്തു, എത്ര മുക്കി, ആ കണക്ക് പാർട്ടിക്കേ അറിയാവൂ. അല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞികൃഷ്ണന്മാർ വിളിച്ചു പറയണം. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആ കണക്ക് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ശരിയാവും? ഏത് പ്രസ്ഥാനം കൊല ചെയ്താലും കൊലപാതകം തന്നെയാണ്. അതിനെതിരെ മനസാക്ഷി ഉണരുക തന്നെ ചെയ്യും. അവർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ചോദിച്ച പണം തന്നെന്നുമിരിക്കും. ആ പണത്തിന്റെ കണക്ക് ചോദിച്ചാൽ കൊടുക്കുക വേണ്ട രാഗേഷേ? ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ബിസിനസ്സാണ്. മനുഷ്യരെ കൊല്ലുകയോ കൊല്ലാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു ബിസിനസ് കളി. നേതാക്കന്മാരുടെ മക്കളോ ബന്ധുക്കളോ ഒന്നും ഈ കളിയിൽ ഉണ്ടാവില്ല. ഇത് പാവം അണികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേകതരം കളിയാണ്. കുഞ്ഞു സഖാക്കന്മാർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരുന്നു. കാരണം അണികളിൽ ഒരാൾ കൊല്ലപ്പെടുക എന്നത് പാർട്ടിയെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും നേട്ടമാണ്. ഇതാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു വെച്ചത്. ഞങ്ങളോട് കളിക്കാൻ വന്നാൽ വേണമെങ്കിൽ വർഗവഞ്ചകനെ പൂശിക്കളയുമെന്ന മുദ്രാവാക്യവും ഉയർന്നിട്ടുണ്ട്. ഇടുക്കിയിൽ S രാജേന്ദ്രൻ BJPയിലേക്ക് പോയപ്പോൾ മണി പറഞ്ഞതും ഇത് തന്നെയാണ്. വേണ്ടി വന്നാൽ അയാളുടെ ഭാര്യയ്ക്ക് വിധവാ പെൻഷൻ വാങ്ങിച്ചു കൊടുക്കൂ എന്നാണ് പറഞ്ഞത്. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ പാർട്ടിയെ വെല്ലുവിളിച്ചാൽ നിന്റെ ഭർത്താവിനെ ഞങ്ങൾ കൊല്ലും എന്ന് തന്നെയല്ലേ? കഴിഞ്ഞ ദിവസം പാനൂരിൽ ഉയർന്ന ഒരു മുദ്രാവാക്യം, കതിരൂർ മനോജിനെ കൊന്ന വാള് ഞങ്ങൾ തേച്ചു മിനുക്കി വെച്ചിട്ടുണ്ട്, അത് അറബിക്കടലിൽ എറിഞ്ഞു കളഞ്ഞിട്ടില്ല എന്നല്ലേ? ഒരേ ആഴ്ചയിൽ ഉയർന്ന 3 മുദ്രാവാക്യങ്ങളാണിത്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? 2 മാസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ പണി തുടങ്ങും എന്നല്ലേ?
പ്രതിപക്ഷത്തിരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഉണ്ടായ ഭയവും വിഭ്രാന്തിയും ഒക്കെ ചേർന്ന് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് CPM-ന്റെ നേതാക്കന്മാർ. ഒരു കാര്യം പറഞ്ഞു വെക്കാം, കമ്മ്യൂണിസം അത്ര കുഴപ്പമുള്ളതൊന്നുമല്ല. പക്ഷെ ക്രിമിനൽ കമ്മ്യൂണിസം അത് ഈ നാടിന് നല്ലതല്ല. ഇപ്പോൾ CPM ഉയർത്തിവിടാൻ ശ്രമിക്കുന്ന ക്രിമിനൽ കമ്മ്യൂണിസത്തിന് വലിയ ആയുസ്സില്ല എന്ന് മനസ്സിലാക്കിയാൽ കുറച്ചു കാലം കൂടി നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാം. അപ്പോൾ വിപ്ലവം വീണ്ടും വിജയിക്കട്ടെ.